എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമ്മൾ ഇതിനു മുൻപ് ഒരു പരിപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന പരിപ്പ് എന്ന് പറയുന്നത് ഓണത്തിനും വിഷുവിനും കല്യാണത്തിനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു പരിപ്പ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ ചെറുപയറൊക്കെ വറുത്തിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു പരിപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ പ്രഷർ കുക്കറിൽ വെറുതെ ചെറുപയറിട്ട് പുഴുങ്ങി ഉണ്ടാക്കുന്ന പരിപ്പിനെക്കാട്ടിലും ടേസ്റ്റിയാണ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മൂമ്മ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയിട്ട് തരാം. അപ്പോൾ നമ്മളിവിടെ പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടിയിട്ടുള്ള ചെറുപയറാണ് ഈ ഒരു പരിപ്പിന് വേണ്ടത്. 240 മില്ലിയുടെ ഒരു കപ്പാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതീയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയ വെള്ളമയം ഉണ്ടാകും, പക്ഷേ നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുമ്പോൾ ആ ഒരു വെള്ളമയമൊക്കെ പോയിട്ട് ഈ ഒരു പയർ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകും, നല്ലൊരു മണവും വരും. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് നന്നായിട്ട് വറന്ന് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ ഒരു മണം വരുമ്പോൾ ഈ ഒരു പയർ നന്നായിട്ട് മൂത്തു. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സൈഡിലേക്ക് ഈ ഒരു പച്ച കളറിലെ ചെറുപയർ വെച്ചിട്ടാണ് പരിപ്പ് കറി തയ്യാറാക്കുന്നത് സദ്യക്കൊക്കെ. ചെറിയ തൊലി കളഞ്ഞിട്ടുള്ള ചെറുപയറുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം ഇതേ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഡയറക്റ്റായിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ പയർ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഈ ഒരു പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ ചാക്ക്, അതായത് പ്ലാസ്റ്റിക് ചാക്കോ അങ്ങനെ എന്തെങ്കിലും ചാക്കിൽ ഇതുപോലെ നമ്മൾ അരകല്ലിൻ്റെ കുഴവി വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് പിളർന്നെടുക്കുന്നത്. അതിനുശേഷം അത് പാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ പരിപ്പ് വെക്കുന്നത്. ഇപ്പം നമുക്കത് ഇവിടെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് പൾസ് ചെയ്തത് രണ്ടായിട്ടൊന്ന് മുറിയുന്ന വരെ പൾസ് ചെയ്താലും മതി. ഇനി നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പയറൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി മുകളിൽ വന്നടിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുറ ഉണ്ടെങ്കിൽ ഒന്ന് പാറ്റിയിട്ട് ആ ഒരു തൊലി നമുക്ക് കളയാം. അപ്പം ഞാനിവിടെ ഈ ഒരു കുക്കറിൽ തന്നെ ഇതൊന്ന് പാറ്റിയതിന് ശേഷം ഈ ഒരു തൊലി ഒന്ന് എടുത്ത് കളയാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇങ്ങനെ ഇത് മുകളിലോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി ഒരു സൈഡിലേക്ക് അടിയും. ആ ഒരു തൊലി മാത്രം എടുത്തിട്ട് നമുക്ക് കളയാം. തന്നെയല്ല, നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഈ ഒരു തൊലി വന്ന് അടിഞ്ഞു കിടക്കും. അപ്പോൾ ആ തൊലി മാത്രം എടുത്തിട്ട് നമുക്ക് കളയാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തൊലി നമ്മൾ ഒന്ന് പാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് കളയാണ്. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു തൊലി മുകളിൽ വന്ന് അടിയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് കോരിയും കളയാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പരിപ്പിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ തൊലി ഇതിൻ്റെ മുകളിൽ വന്ന് അടിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു തൊലി നമുക്ക് ചായയുടെ അരിപ്പ് വെച്ചിട്ടൊന്ന് കോരി മാറ്റിയാലും മതിയാകും. ഇത് കഴുകിയെടുക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. കാരണം നമ്മളിത് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. കഴുകാതെ എടുക്കുന്നതാണ് നല്ലത്. അതായത് ക്രഷ് ചെയ്തതിന് ശേഷം കഴുകാതെ എടുക്കുന്നതാണ് നല്ലത്. ആദ്യം തന്നെ കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു തൊലി ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് കോരി മാറ്റാം. ഇതിങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമ്മൾ ആ ഒരു കറക്റ്റ് രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പയർ സാധാരണ പോലെ വേവിച്ചിട്ടും ഈ ഒരു പരിപ്പ് തയ്യാറാക്കാം. നമ്മളിതിന് മുൻപ് ഒരു പരിപ്പും മത്തങ്ങയും കൂടെ ഒരു പരിപ്പ് കറി വെച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപ്പിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ഇത് പ്രഷർ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇത് വേവിക്കുകയാണെങ്കിൽ ഈ ഒരു പരിപ്പിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ചേർക്കാം, പക്ഷേ ചെറിയ ഉള്ളിക്കാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ നമ്മളിതിലേക്ക് 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി എരിവിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 3 മുതൽ 4 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും 1/2 കപ്പ് എടുക്കുക. അത് ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തിട്ട് ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിതുപോലെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിന് മുൻപ് വേവിക്കാനായിട്ട് വെച്ച ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്യാം. അതിന് ശേഷം നമ്മൾ അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കാം. നമ്മൾ ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ആ ഒരു ഉപ്പിടുന്ന സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഈ ഒരു പരിപ്പ് കുറച്ച് ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ലൂസായിട്ടാണ് ഈ ഒരു പരിപ്പ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പരിപ്പിലേക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അരപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് പരുവത്തിൽ ഈ ഒരു പരിപ്പ് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കുറുകി വരും. അപ്പോൾ നമ്മുടെ പരിപ്പിലേക്ക് ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് താളിച്ച് ഇടാം. താളിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് താളിച്ചിടാനായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് താളിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. നിങ്ങളിത് കടുക് താളിക്കുമ്പോൾ വേറൊരെണ്ണ എടുക്കരുത്. അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതുപോലെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കാം, അതുപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പില കൂടുന്തോറും ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ കറിവേപ്പില ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. സിപ്ലോക്ക് ബാഗിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് ഏകദേശം 1 വർഷം ആകാൻ പോകുന്ന കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുന്നത് ഫ്രീസറിൽ ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ ആണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരിപ്പിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഈ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒഴിച്ച് പാടെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കരുത്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊന്ന് അകത്ത് ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു പരിപ്പും നെയ്യും പപ്പടം കൂടി ചോറ് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ പരിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്